നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ സെൻട്രലായിട്ടുള്ള ഒരു നഴ്സിംഗ് കോളേജിലാണ്. അതും ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് കോളേജ്. 90s സ്റ്റാർട്ട് ചെയ്ത ഒരു നഴ്സിംഗ് കോളേജാണ്. അത്യാവശ്യം മലയാളീസ് ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു നഴ്സിംഗ് കോളേജാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമ്പസിൻ്റെ വിശേഷത്തിലേക്ക് പോകാം. നമുക്ക് എല്ലാ കോളേജസും റിവ്യൂ എന്ന പോലെ തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഇവരുടെ ലൈബ്രറിയാണ്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ലൈബ്രറിയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000+ ബുക്സ് അതിനായിട്ട് മാത്രം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് റെഫർ ചെയ്യാനുള്ള ഏരിയയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹലോ, എല്ലാവരുടെയും പേര്? ലിയ, അലീന, അബിത. ഓക്കെ. എടാ, BSc നഴ്സിംഗ് 3rd years ആണ്. കോളേജ് എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, നല്ല ക്ലാസ്സാണ്. ടീച്ചേഴ്സ് ഒക്കെ നല്ല ക്വാളിറ്റി, ക്ലാസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവുന്നില്ല. ക്ലാസ്സിൽ കൂടുതൽ മലയാളി കുട്ടികളല്ലേ, അപ്പം എങ്ങനെയാണ്? ഇംഗ്ലീഷിൽ തന്നെയല്ലേ കൂടുതൽ? ഇംഗ്ലീഷിലാണ്. ക്ലാസ് ഒക്കെ നിങ്ങൾ നല്ലതാണ്, സിലബസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്യും. നിങ്ങൾക്ക് എന്താണ് ഹോസ്പിറ്റൽ പോസ്റ്റിങ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ഓരോ സ്പെഷ്യാലിറ്റീസിനനുസരിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലുണ്ട്. സൈക്യാട്രി പോസ്റ്റിംഗ് ഉണ്ട്, പീഡിയാട്രിക് ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റലല്ലേ 3 പേരും? ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ഹോസ്റ്റലാണ്. എന്ന് വെച്ചാൽ ഒരു ഹോസ്റ്റൽ ഒരു റൂമിലൊക്കെ എത്ര പേരാ? ഒരു റൂമിൽ ഒരു ഹൗസ് പോലെ ഞങ്ങൾ മൊത്തം 16 പേര്. ഭയങ്കര കൺജസ്റ്റ്, ആവശ്യത്തിന് ബാത്റൂംസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇല്ലേ? ഓക്കെ. ഫുഡ് മലയാളി ഫുഡാണല്ലേ? ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവിടെ സെൻറ്റർ ഓഫ് മൈസൂർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പോകാനും വരാനും ഒക്കെ കുറച്ചുകൂടിയൊക്കെ ആക്സസിബിലിറ്റി ഉണ്ടല്ലോ. വീട്ടിലോട്ടൊക്കെ പോകാൻ എങ്ങനെ? വീട്ടിലോട്ട് പോകുന്നത് ഇവിടുന്ന് ബസ്സിലാണ് പോകുന്നത്. മീൻസ് ഇവിടുന്ന് കയറി നേരെ ബസ്സിൽ തന്നെയാണ്, ട്രെയിനിലൊന്നും അല്ലല്ലോ. ഓക്കെ. അപ്പോൾ ആക്സസിബിലിറ്റീസ് ഒന്നും പ്രശ്നമൊന്നും. ഓക്കെ. ഓവറോൾ എഡ്യൂക്കേഷൻ വൈസ് കോളേജ് നോക്കിയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, താങ്ക് യു. ഹലോ, പേര് പറയോ? അപർണ, സ്ഥലം? വയനാട്. ആര്യ, വയനാട്. സോന, മലപ്പുറം. വയനാടുകാർ ഒരുമിച്ച് വന്നാണോ അതോ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഫ്രണ്ട്സ് ആയതാണ്? ഓക്കേടാ. നിങ്ങളുടെ കോളേജ് എങ്ങനെയാണ്? BSc നഴ്സിംഗ് 2nd year ആണ് നിങ്ങൾ? 4th year. ഫൈനൽ ഇയേഴ്സ് ആണല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് കോളേജ്? എങ്ങനെയുണ്ട് കോളേജ്? കുഴപ്പമില്ല. ടീച്ചേഴ്സ് അക്കാദമിക്കലി നല്ലതാണ്. നല്ല ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഒക്കെയാണ്. ഓക്കെ. നമ്പർ ഓഫ് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലാസ്സസ് ഒക്കെ നല്ലതാണ്. നിങ്ങൾ എഡ്യൂക്കേഷൻ വൈസ് നല്ല സാറ്റിസ്ഫൈഡ്. പിന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ പോസ്റ്റിങ്സ് ഉണ്ടല്ലോ, നിങ്ങൾ ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആണല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക്? പ്രാക്ടിക്കലി ഞങ്ങൾക്ക് എല്ലാം പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പ്രാക്ടിക്കൽസ് ഉണ്ട്. സ്പെഷ്യലൈസ്ഡിന് പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓരോ സ്പെഷ്യാലിറ്റീസ് ആയിട്ട് ഇത് വരുമ്പോഴും നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലാണോ അതോ? ഹോസ്റ്റലാണ്. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ? എങ്ങനെയുണ്ട് ഹോസ്റ്റലും? ഞങ്ങളുടെ ഹോസ്റ്റല് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. വേറെ 2 ഹോസ്റ്റൽസ് വേറെ ഉണ്ട്. ഓക്കെ. നിങ്ങളുടെ ഹോസ്റ്റൽ നല്ലതാണ്. ഓക്കെ. ഫുഡ് എങ്ങനെയുണ്ട്? അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാലും ഭയങ്കര മോശമല്ലല്ലോ. ചില ദിവസത്തെ മെനു നമുക്ക് അങ്ങോട്ട് കേരള ഫുഡ് ഉണ്ടോ? കേരള ഫുഡ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ഭാഗ്യം. സാധാരണ മറ്റേ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ വെജ് മാത്രമല്ലേ കൊടുക്കലുള്ളൂ. നിങ്ങൾക്ക് നോൺ വെജ് ഒക്കെ തരാറുണ്ട്. നിങ്ങൾ ആ കൾച്ചറൽ ഇവൻസ് എങ്ങനെയുണ്ട്? കുറവാണ്. മെഡിക്കൽ ഇതായതുകൊണ്ടായിരിക്കാം. ആർട്സ് ഇല്ലല്ലോ. ഓക്കേടാ. എന്നാലും ഓവറോൾ നിങ്ങൾ കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. എഡ്യൂക്കേഷൻ വൈസ് നിങ്ങൾ സാറ്റിസ്ഫൈഡ്? ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ ഒരു ഇവൻസിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴാണ് കോളേജിൽ. പിന്നെ നഴ്സിംഗ് നല്ലടാ, മെഡിക്കൽ ഫീൽഡ് എല്ലാം അങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് കയറി നോക്കാം. അത്യാവശ്യം പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോസ്പിറ്റലാണ്. പേഷ്യൻസ് ഉണ്ട്. നമുക്ക് നോക്കിയപ്പോൾ പേഷ്യൻസ് ഒരുപാട് പേര് വെയിറ്റിംഗ് ഉണ്ട്. ഒരുപാട് സെക്ഷൻസിലായിട്ട് ഓരോ പേഷ്യൻസ് ഉണ്ട്. ഫാർമസിയും മറ്റു കാര്യങ്ങൾ നമുക്ക് ഇവിടെ നോക്കാം ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സാണ് ഉള്ളത്. ഇതിവിടുത്തെ ഫിസിയോതെറാപ്പിയുടെ ലാബാണ്. ഇവരുടെ ലാബ് ഫെസിലിറ്റീസ് കൂടുതലും ക്യാമ്പസിനെക്കാട്ടിലും കൂടുതൽ വരുന്നത് ഇവരുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇവിടെ തന്നെയാണ് ഇവർക്ക് പ്രാക്ടിക്കലും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഫിസിയോതെറാപ്പി ആ ഒരു സെൻറ്റർ തന്നെ കുട്ടികൾക്ക് ഇവർക്ക് ക്ലിനിക്കൽസിനും കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഇത് ക്ലിനിക്ക് തന്നെ, ഹോസ്പിറ്റലിലുള്ള ഒരു ഫിസിയോതെറാപ്പി ക്ലിനിക്ക് തന്നെയാണിത്. ഫിസിയോതെറാപ്പി തന്നെ ഒരു ഇതാണ് അക്വാതെറാപ്പി എന്ന് പറയുന്നത്. അതിനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഇത് പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്, അറിയാമല്ലോ. എടാ, നിങ്ങൾ MIT ഏതിയറാ? 2nd year. ഇപ്പോൾ പോസ്റ്റിങ്ങിന് വന്നിപ്പോൾ. ഓക്കെ. എങ്ങനെയുണ്ട് കോളേജ്? എങ്ങനെയുണ്ട്? കോളേജ് കൊള്ളാം.
ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് മനസ്സിലാവാറുണ്ടോ? ടീച്ചേഴ്സ് ഒക്കെ നല്ല ക്വാളിഫൈഡ് അല്ലേ? എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ പോസ്റ്റിങ്ങിന് വന്നേക്കാണ്. നിങ്ങൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് സിലബസിൽ പോസ്റ്റിംഗ് ഉണ്ട് ഈ ടൈമിൽ. ഓക്കെ, എങ്ങനെയുണ്ട് പോസ്റ്റിംഗ് ഒക്കെ? നന്നായിട്ട് ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ പേഷ്യൻ ക്വസ്റ്റ്യൻ ടൈമിൽ ബേസിക് ആയിട്ട് ക്ലാസ് ആയിരുന്നു ആദ്യം. അതിനുശേഷം പിന്നെ ഓരോന്നിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പോൾ പോസ്റ്റിങ്ങിന് ഇപ്പം ഈ പോസ്റ്റിംഗ് എത്ര നാളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ? സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യും അതല്ലടാ, ഒരു 1 മന്തോ അങ്ങനെയാണോ? കഴിയുന്നവരെ. ഓക്കെ, ഹോസ്റ്റലിലാണോ നിങ്ങൾ? പി ജിസിലാണോ? പി ജിസ് ഉണ്ട്. ഹോസ്റ്റൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ? കുഴപ്പമില്ല. ഫുഡോ? മലയാളി ഫുഡല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കേടാ, താങ്ക് യു. നിങ്ങളിവിടെ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? GNM. ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങൾ കോളേജ് വന്നിട്ട്? കോളേജിൽ ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട്? പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ ഹോസ്പിറ്റലൊന്നും പോയി തുടങ്ങിയില്ലല്ലോ? ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ലാബും കാര്യങ്ങളൊക്കെ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, നിങ്ങളൊക്കെ ഹോസ്റ്റലിലാണോ നിൽക്കുന്നത് അതോ? എങ്ങനെയുണ്ട് ഹോസ്റ്റൽ? ഗേൾസ് ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഫുഡ് എങ്ങനെയുണ്ട്? ആവറേജ് ആണ്. എങ്ങനെയുണ്ട് ബോയ്സ് ഹോസ്റ്റൽ? എങ്ങനെയുണ്ട്? ബോയ്സ് ഹോസ്റ്റലും വലിയ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളുടെ വാർഡൻ എങ്ങനെയുണ്ട്? വാർഡനും കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ആവറേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോളേജിൽ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ എളുപ്പമാണോ? എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രിൻസിപ്പളൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്? ഓക്കെ, താങ്ക് യു. ബ്രോ, പേരെങ്ങനെയാ? അഭിറാം. സ്ഥലം? വയനാട്, സുൽത്താൻ ബത്തേരി. ഓക്കെ, ബ്രോയുടെ? ഗൗതം. സ്ഥലം? വയനാട്. അഭിജിത്ത്. വയനാടാണോ? അല്ലല്ല, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രമാണോ? ട്രിവാൻഡ്രത്തോടെ? നെയ്യാറ്റിങ്കര. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങളിവിടെ? തേർഡ് ഇയർ അല്ലേ? അതെ, ഇപ്പോൾ തേർഡ് ഇയർ. ഓക്കെ, നിങ്ങളുടെ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? 3 വർഷത്തെ ഞങ്ങളിവിടെ ആദ്യമായിട്ടായിരുന്നു വന്നത്. ഫസ്റ്റ് ബാച്ച് ഞങ്ങളാണ്. അപ്പോൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ പുതിയ പ്രിൻസിപ്പൾ വന്നു. പിന്നെ കാര്യങ്ങളെല്ലാം അടിപൊളിയായി. ഇപ്പോൾ കോളേജ് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ പോകുന്നു. പിന്നെ ക്ലാസ് എല്ലാം അടിപൊളിയാണ്. ഫാക്കൽറ്റീസ് ഒക്കെ പഠിപ്പിക്കുന്നത് മനസ്സിലാവാറുണ്ടോ? ഓ, മനസ്സിലായി. ഇപ്പം എന്താ പറയുക, ഡോക്ടർമാർ തന്നെയാണ് വരുന്നത് ഇപ്പോൾ പഠിപ്പിക്കാൻ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ക്ലാസ് ഒക്കെ വരുന്നുണ്ട്, സർജറിൻ്റെ. ഓക്കെ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിയുടെ എക്യുപ്മെന്റ്സ് എല്ലാം ഞങ്ങൾ കണ്ടു. എല്ലാ അത്യാവശ്യം വേണ്ട എക്യുപ്മെന്റ്സ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ലാബിന്റെ ആവശ്യം നിങ്ങൾക്ക് വേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ എല്ലാ എക്യുപ്മെന്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ ഹോസ്റ്റലാണോ പി ജി ആണോ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഹോസ്റ്റലായിരുന്നു. സെക്കൻഡ് ഇയർ തുടങ്ങിയപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാമ്പസിൽ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണല്ലേ? സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോടുള്ളത് ഗോപാലഗൗഡയിലെ ഫിസിയോതെറാപ്പി സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ഏത് ഇയർ ആണ്? തേർഡ് ഇയർ. ഓക്കെ, എങ്ങനെയുണ്ട് കോളേജ്? അടിപൊളിയാണ്. ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവാറുണ്ടോ? നിങ്ങൾ ഫാക്കൽറ്റീസ് ഒക്കെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസാ? എല്ലാവരും ഡോക്ടേഴ്സ് ആണോ അതോ? ഓക്കെ, നിങ്ങൾക്ക് ഓൺ ഹോസ്പിറ്റലുള്ളതാണ്. ക്ലിനിക്കൽസ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാറുണ്ടോ? ഓക്കെ, പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടോ? സെക്കൻഡ് ഇയർ മുതലാണ് സ്റ്റാർട്ട് ആവുക. ഇപ്പൊ തേർഡ് ഇയറിലാണ്. ഇപ്രാവശ്യം നമ്മൾ നെക്സ്റ്റ് മന്ത് പോകും പ്രാക്ടിക്കൽ. നിങ്ങളുടെ ലാബും ലൈബ്രറി ഒക്കെ എങ്ങനെയുണ്ട്? ലൈബ്രറി ഓൾസോ എല്ലാ ന്യൂ ജസ്റ്റ്. ഓക്കെ, എങ്ങനെയുണ്ട് ഹോസ്റ്റൽ? എങ്ങനെയുണ്ട്? ഹോസ്റ്റലും കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇവള് ഹോസ്റ്റലൈറ്റ്സ് ആണ്. മോളും പി ജി ആണോ? അല്ല, ഞാൻ ഹോസ്റ്റൽ. ഞങ്ങൾ രണ്ടാളും ഹോസ്റ്റലിൽ ഒരുമിച്ചാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഹോസ്റ്റലിൽ? കൺജസ്റ്റഡ് ആണോ അതോ സ്പേഷ്യസ് ആണോ? കുറച്ച് കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെയുണ്ട് മൈസൂർ വന്നിട്ട്? നേരത്തെ ബാംഗ്ലൂർ പോയിരുന്നാണോ ഫസ്റ്റ് മൈസൂർ തന്നെയാണ്? അല്ല, മൈസൂർ തന്നെ ആയിരുന്നു. ഓക്കെ, മൈസൂർ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യമൊക്കെ അടിപൊളിയാണ്, ഇഷ്ടമായി. ഓക്കെ, ഹോസ്റ്റലിൽ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കുഴപ്പമില്ല, കുറെ കഴിക്കുമ്പോൾ നമ്മള് അങ്ങനത്തെ ഒരു അടങ്ങാറുള്ളൂ, അതാണ് കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? പ്രോഗ്രാംസ് ഉണ്ട്. നമ്മൾ ഫ്രഷേഴ്സ് ഡേന്റെ ഇപ്പോൾ മീറ്റിംഗ് ആയിരുന്നു. ഓക്കെ, പ്രോഗ്രാംസ് ഉണ്ട്. സ്പോർട്സ് വരും ഇപ്പം ഇനി അടുത്തത്. അപ്പോൾ നിങ്ങൾ ക്യാമ്പസിൽ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ്. ഓക്കെ, താങ്ക് യു.